शेषाशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुर्भो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद्भागवतं चतुर्थस्कन्धं ആറാമത്തെ അധ്യായം ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു. ശ്ലോകം 49 മുതൽ അവസാനത്തെ ശ്ലോകം വരെ വായിക്കാം. ഭവാംസ്തു പുംസ പരമം പരമസ്യ മായയാ ദുരന്തയാ അസ്പൃഷ്ടമതി സമസ്തദൃക് തയാ ഹദാത്മാ സ്വനുകർമ്മ ചേതഃ സ്വനുഗ്രഹം കർത്തുമിഹാർഹസി പ്രഭോ. കുർവദ്ഭരസ്യോദ്ധരണം ഹദസ്യ ഭോ ത്വയാ സമാപ്തസ്യ മനോ പ്രജാപതേ ന യത്ര ഭാഗം തവ ഭാഗിനോ ദദു ഭുയജ്ജിനോ യേന മഖോ നിനീയതേ. ജീവതാദ്യജമാനോയം പ്രപദ്യേദാക്ഷിണീ ഭഗഃ ഭൃഗോസ്മശ്രുണീരോഹന്തു ഉഷ്ണോ ദന്താശ്ച പൂർവവത്. ദേവാനാം ഭഗ്നഗാത്രാണം വൃത്തിജാം ചായുധാശ്മഭിः ഭവതാനുഗ്രഹീതാനാമാശു മന്യോസ്ത്വനാതുരം. ഏഷ തേ രുദ്രഭാഗോസ്തു യദുച്ഛിഷ്ടോദ്ധരസ്യ വൈ യജ്ഞസ്തേ രുദ്രഭാഗേന കൽപ്പതാമദ്യ യജ്ഞഹൻ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ബിജു പ്രഭുജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4:1 അധ്യായം 6. ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു. ശ്ലോകം 49. ഭവാംസ പുംസ പരമസ്യ മായയാ ദുരന്തയാ മതി സമദ്ദിക് തയാ ഹദാത്മാ സ്വനുകർമ്മ ചേതസാ അനുഗ്രഹം കർത്തുമിഹാർഹസി പ്രഭോ. വിവർത്തനം. എൻ്റെ പ്രിയപ്പെട്ട പ്രഭുവേ, പരമദിവ്യത്വ പുരുഷനായ ഭഗവാന്റെ ഭീഷണമായ മായാശക്തിയുടെ സ്വാധീനത്താൽ അങ്ങ് ഒരിക്കലും അന്താളിച്ചിട്ടില്ല. ആയതിനാൽ അങ്ങ് അതേ മായാശക്തിയാൽ വിഭ്രമിക്കപ്പെട്ടവരോടും മലേച്ഛ കർമ്മങ്ങളിൽ അതിയായി ആസക്തരായവരോടും അനുകമ്പയുള്ളവനും കാരുണ്യപൂർണകനും സർവജ്ഞനുമാകുന്നു. ശ്ലോകം 50. കുർവന്തരസ്യോഹരണം ഹതസ്യ ഭോ സ്വയാ സമാപ്തസ്യ മനോ പ്രജാപതേഃ ന യത്രം ഭാഗം തവ ഭാഗിനോ ദദുഃ കുയജ്ജിനോ യേന മലോ നിനീയതേ. എൻ്റെ പ്രിയപ്പെട്ട ശിവഭഗവാനെ, അങ്ങ് യജ്ഞത്തിൻ്റെ ഓഹരിക്കാരനും ഫലദായകനുമാണ്. നീചരായ പുരോഹിതന്മാർ അങ്ങയുടെ വിഹിതം നൽകാത്തതിനാൽ അങ്ങ് സകലതും നശിപ്പിക്കുകയും യജ്ഞം പൂർത്തിയാകാതെ മടങ്ങുകയും ചെയ്തു. ഇപ്പോൾ അങ്ങയ്ക്ക് ഹിതമായതുപോലെ പ്രവർത്തിക്കുകയും അങ്ങയുടെ അർഹമായ വിഹിതം എടുക്കുകയും ചെയ്യാം. ജീവതാദ്യജമാനോടയം
പ്രപത്യോ ദിക്ഷി ഭഗോ ഭൃഗോ ശ്മശ്രുണീരോഹന്തു പുഷ്ണോ ദന്താശ പൂർവവത്. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്താൽ യജ്ഞത്തിന്റെ യജമാനനായിരുന്ന രാജാവ് ദക്ഷന് അവന്റെ ജീവനും, ഭഗന് അവന്റെ കണ്ണും, ഭൃഗുവിന് മീശയും, ഉഷാദേവന് ദന്തങ്ങളും തിരിച്ചു കിട്ടാനിടയാകണം. ദേവാനാം ഭഗ്നഗാത്രാണാം ഋതിജാം ശായുധാശ്മഭി ഭവത്താനുഗ്രഹീതാനാം ആശുമന്യോസ്തനാതുരം. ഓ മഹാദേവനെ, ദേവന്മാരുടെയും പുരോഹിതരുടെയും ശരീരങ്ങളിൽ അങ്ങയുടെ ഭടന്മാർ ഏൽപ്പിച്ച മുറിവുകൾ എത്രയും വേഗം ഉണക്കി ഭേദമാക്കുവാൻ കാരുണ്യമുണ്ടാകണമേ. ഏഷത്തെ രുദ്രിഭാഗോസ്തു യതുഷ്ടതോദരസ്യ വൈ യജ്ഞതേ രുദ്രഭാഗേന കൽപ്പതാമദ്യ യജ്ഞഹൻ. ഓ യജ്ഞനാശകനെ, ദയവായി അങ്ങയുടെ യജ്ഞവിഹിതം സ്വീകരിച്ചുകൊണ്ട് യജ്ഞം പൂർത്തിയാക്കി തന്നാലും. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം 6-ാം അധ്യായം. ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ബിജു പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ ബ്രഹ്മാവിന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാർ മഹാദേവനെ ദർശിക്കുകയും മഹാദേവൻ ബ്രഹ്മാവിന് എല്ലാവിധ ആരാധനകളും അർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ബ്രഹ്മാവ് മഹാദേവനോട് സംസാരിക്കാൻ ആരംഭിച്ചു. ആദ്യമായിട്ട് ബ്രഹ്മാവ് മഹാദേവനെ സ്തുതിച്ചു. എങ്ങനെയാണ് താൻ മഹാദേവനെ മനസ്സിലാക്കിയത്, ആ മഹാദേവന്റെ തത്വം, ശിവതത്വം ബ്രഹ്മാവ് പറഞ്ഞു. അതിനുശേഷം ദക്ഷനോടും മറ്റുള്ളവരോടും, മറ്റുള്ള ദേവന്മാരോടും പുരോഹിതന്മാരോടും ക്ഷമിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് അഭ്യർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ഉയർന്ന വൈഷ്ണവൻ ഒരു എന്നുള്ള കാര്യം ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ വ്യക്തികൾ മായയ്ക്ക് അടിമപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉയർന്ന വ്യക്തിത്വങ്ങൾ, ഉയർന്ന വൈഷ്ണവർ വലിയ കാര്യമാക്കി എടുക്കാറില്ല എന്നുള്ള കാര്യം ബ്രഹ്മാവ് പറയുന്നു. ഇവിടെ 49-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭവാംസ്തു പുംസ പരമസ്യ മായയാ ദുരന്തയാ സ്പൃഷ്ടമതി സമസ്തദൃക്. മഹാദേവൻ ഒരിക്കലും മായയിൽ പെടാത്ത വ്യക്തിയാണ്. അല്ലെങ്കിൽ മായയ്ക്ക് ഉപരിയായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ മായയിൽ പെടാതെ നിൽക്കാൻ മഹാദേവന് സാധിക്കും. ഭഗവാന്റെ ശുദ്ധഭക്തനായതുകൊണ്ട്, ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയായതുകൊണ്ട്, ഏറ്റവും ഉന്നതനായിട്ടുള്ള വൈഷ്ണവനായതുകൊണ്ട് മായയിൽ നിന്നും ഭഗവാന്റെ സംരക്ഷണം മഹാദേവന് തുടർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് മായയ്ക്കുപരിയായിട്ട് കാര്യങ്ങളെ യഥാരീതിയിൽ മനസ്സിലാക്കാൻ മഹാദേവന് സാധിക്കും. അങ്ങനെയുള്ള മഹാദേവൻ മറ്റുള്ളവരോട്, മായയിൽ പെട്ടുകിടക്കുന്ന വ്യക്തികളോട്, ദക്ഷനെ പോലെയുള്ള വ്യക്തികളോട് കാരുണ്യം കാണിക്കണം എന്നാണ് ബ്രഹ്മാവിടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള കാരുണ്യമാണ്, വൈഷ്ണവരുടെ കാരുണ്യമാണ് മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നു. വൈഷ്ണവർ യഥാർത്ഥത്തിൽ മറ്റുള്ളവരോട് കാരുണ്യമുള്ളവരായിരിക്കണം. അവരുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് മായയിൽപ്പെട്ട ജീവാത്മാക്കൾക്ക് മായയിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. ചിലപ്പോൾ മായയിൽപ്പെട്ട വ്യക്തികളുടെ സ്വഭാവം വൈഷ്ണവരോട് ചിലപ്പോൾ മോശമായിട്ടായിരിക്കാം. കാരണം അവർക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ച എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഒരു വ്യക്തിയുടെ ആത്മീയ ഉയർച്ച മായയിൽപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഉയർന്ന വൈഷ്ണവരോടും ചിലപ്പോൾ മോശമായിട്ട് പെരുമാറിയെന്ന് വരാം. പക്ഷെ വൈഷ്ണവർ തിരിച്ച് അവരോട് അനുകമ്പാപൂർവം പെരുമാറണം എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയുള്ള വൈഷ്ണവരുടെ കാരുണ്യം മാത്രമാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് വൈഷ്ണവരുടെ ഒരു സ്വഭാവം ആണ് എന്ന് പറയുന്നുണ്ട്. ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവച പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഭഗവാന്റെ എല്ലാ വൈഷ്ണവ ഭക്തന്മാർക്കും ഞാൻ എൻ്റെ ആദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കാൻ കഴിവുള്ള കൽപ്പവൃക്ഷങ്ങളെ പോലുള്ള അവർക്ക് പതിതരായ ബദ്ധാത്മാക്കളോട് അങ്ങേയറ്റം അനുകമ്പയുണ്ട്. അത് വൈഷ്ണവന്മാരുടെ ഒരു ക്വാളിറ്റിയാണ്, പതിതാത്മാക്കളോടുള്ള അനുകമ്പ. ആ ഒരു അനുകമ്പ മഹാദേവനും പ്രകടിപ്പിക്കണമെന്ന് ബ്രഹ്മാവിടെ
പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ദക്ഷൻ നിർത്തിയിട്ടുണ്ടായിരുന്ന രുദ്രഭാഗം, യജ്ഞത്തിന്റെ ഒരു ഭാഗം മഹാദേവന് അർഹതപ്പെട്ടതാണ്. പക്ഷേ ദക്ഷൻ മുന്നേ നടന്ന യജ്ഞങ്ങളിൽ മഹാദേവന്റെ ഭാഗം കൊടുക്കരുത്, രുദ്രഭാഗം കൊടുക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ടായി. അത് തെറ്റാണ് എന്നുള്ള കാര്യം ബ്രഹ്മാവ് ഇവിടെ പറയുകയാണ്. രുദ്രന്റെ ഭാഗം എടുക്കാം, രുദ്രഭാഗം എടുക്കാം. മാത്രമല്ല, അങ്ങനെ രുദ്രഭാഗം സ്വീകരിച്ച് തൃപ്തനായി അങ്ങ് ആ യജ്ഞം, മുടങ്ങിപ്പോയ യജ്ഞം പൂർത്തീകരിച്ചു തരണം എന്നിവിടെ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നു. ഓരോ ദേവന്മാരും യജ്ഞത്തിന്റെ പ്രസാദം ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയും. ഭഗവാൻ വിഷ്ണുവിന്റെ പ്രസാദത്താലാണ് അവർക്ക് സന്തുഷ്ടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും, ദേവന്മാരെല്ലാവരും, മഹാദേവൻ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും യജ്ഞഭാഗം പ്രതീക്ഷിക്കും. അപ്പോൾ യജ്ഞഭാഗം മഹാദേവന് വിലക്കിയത് തെറ്റായിപ്പോയി എന്ന് ബ്രഹ്മാവ് ഇവിടെ പറയുന്നു. അതുകൊണ്ട് ഇനിയും തുടർന്നും അങ്ങേക്ക് യജ്ഞഭാഗം സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിച്ച് സംതൃപ്തനായി തുടർന്നും ആ യജ്ഞം പൂർത്തീകരിക്കാൻ സഹായിക്കണമെന്നാണ് ഇവിടെ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് ബ്രഹ്മാവ് ഓരോ വ്യക്തികൾക്കും വേണ്ടിയും, ദക്ഷന് വേണ്ടിയും മറ്റു ദേവന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മഹാദേവന്റെ ഭൂതഗണങ്ങളുടെ ആക്രമണത്തിൽ ദക്ഷനും പുരോഹിതന്മാർക്കും ദേവന്മാർക്കുമെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ മുറിവുകളെല്ലാം, അങ്ങനെ പറ്റിയിട്ടുള്ള അപകടങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഭേദമാകണം എന്ന് ഓരോരുത്തർക്കും വേണ്ടി ഇവിടെ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 51-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്താൽ യജ്ഞത്തിന്റെ യജമാനനായിരുന്ന രാജാവ് ദക്ഷന് അവന്റെ ജീവനും, ഭഗന് അവന്റെ കണ്ണും, ഭൃഗുവിന് മീശയും, പൂഷാദേവന് ദന്തങ്ങളും തിരിച്ചു കിട്ടാൻ ഇടയാകണം. ഇവരെല്ലാം യജ്ഞത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന വ്യക്തികളാണ്. യജ്ഞത്തിന്റെ യജമാനനാണ് ദക്ഷൻ, യജ്ഞത്തിന്റെ പുരോഹിതനാണ് ഭൃഗു മഹർഷി. പിന്നീട് യജ്ഞങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ എല്ലാ ദേവന്മാരും സന്നിഹിതരായിരിക്കണം. അങ്ങനെയുള്ള ദേവന്മാർക്കും പുരോഹിതന്മാർക്കും യജ്ഞത്തിന്റെ യജമാനനും എല്ലാം അപകടം പറ്റിയിരിക്കുകയാണ്. അതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിച്ചു തരണം, അവരുടെ പരിക്കുകളെല്ലാം ഭേദമാകണം എന്ന് ബ്രഹ്മാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓ മഹാദേവനെ, ദേവന്മാരുടെയും പുരോഹിതരുടെയും ശരീരത്തിൽ അങ്ങയുടെ ഭടന്മാർ ഏൽപ്പിച്ച മുറിവുകൾ എത്രയും വേഗം ഉണക്കി ഭേദമാക്കുവാൻ കാരുണ്യമുണ്ടാകണം. അപ്പോൾ യജ്ഞം വീണ്ടും സംഘടിപ്പിക്കുക എന്നും ബ്രഹ്മാവിന്റെയും വലിയ താല്പര്യമാണ്. കാരണം ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നത് അന്ന് യജ്ഞത്തിലൂടെയായിരുന്നു. അതുകൊണ്ട് മറ്റു പുരോഹിതന്മാർക്കും ദക്ഷനും പറ്റിയിട്ടുള്ള പരിക്കുകൾ എത്രയും പെട്ടെന്ന് ഭേദമാക്കണം എന്ന് ബ്രഹ്മാവ് മഹാദേവനോട് പ്രാർത്ഥിച്ചു. അൻപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: ഓ യജ്ഞനാശകനെ, ദയവായി അങ്ങയുടെ യജ്ഞവിഹിതം സ്വീകരിച്ചുകൊണ്ട് യജ്ഞം പൂർത്തിയാക്കി തന്നാലും. ഇവിടെ ബ്രഹ്മാവ് മഹാദേവനെ യജ്ഞഹൻ എന്നാണ് പറയുന്നത്. യജ്ഞഹൻ, യജ്ഞത്തെ നശിപ്പിച്ചവനെ എന്നാണ് പറയുന്നത്. മഹാദേവന്റെ നേതൃത്വത്തിലുള്ള മഹാദേവന്റെ ഭൂതഗണങ്ങൾ ദക്ഷ നടത്തിയ യജ്ഞത്തിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ യജ്ഞം താറുമാറാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെയുള്ള യജ്ഞത്തിൽ മഹാദേവനെ അപമാനിച്ചു വിട്ടു. മാത്രമല്ല, യജ്ഞഭാഗം മഹാദേവന് കൊടുക്കുകയില്ല എന്ന് ദക്ഷൻ വിലക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സതീദേവി ദക്ഷന്റെ അപമാനത്തിൽ, അവഗണനയിൽ മനംനൊന്ത് ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു. ഇതിൽ കോപാകുലനായ മഹാദേവൻ വീരഭദ്രൻ എന്നുള്ള വലിയൊരു അസുരനെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ അസുരന്റെ, വീരഭദ്രന്റെ നേതൃത്വത്തിലാണ് ഭൂതഗണങ്ങളെല്ലാം ചെന്ന് യജ്ഞത്തിനെ തടസ്സപ്പെടുത്തിയത്. അപ്പോൾ മഹാദേവൻ തന്നെ നേരിട്ട് ഇടപെട്ട് ആ തടസ്സപ്പെട്ട യജ്ഞം പൂർത്തീകരിക്കാൻ സഹായിക്കണമെന്നാണ് ഇവിടെ ബ്രഹ്മാവ് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നത്.
ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട്, യജ്ഞം നടന്നാൽ മാത്രമേ ഭഗവാന്റെ അംശമായിട്ടുള്ള ദേവന്മാരെല്ലാവരും സന്തോഷിക്കുകയുള്ളൂ. ആ ദേവന്മാരെല്ലാവരും യജ്ഞം നടക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായാൽ അവർ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നൽകും എന്ന് പറയും. ഇഷ്ടാൻ ഭോഗാൻ ഭോ ദേവാൻ ദാസ്യന്തേ യജ്ഞഭാവിത. യജ്ഞശിഷ്ടം ലഭിച്ചു കഴിഞ്ഞാൽ ദേവന്മാർക്ക് വലിയ സന്തോഷമാകും. യജ്ഞശിഷ്ടാമൃതഭുജോ മുച്യന്തേ സർവകിൽബിഷേ എന്നാണ് പറയുന്നത്. യജ്ഞശിഷ്ടം ഭക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാകും. അതുകൊണ്ട് ദേവന്മാരെല്ലാവരും ഭഗവാന്റെ പ്രസാദം യജ്ഞശിഷ്ടം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ദേവന്മാർക്ക് എല്ലാവർക്കും യജ്ഞശിഷ്ടം ലഭിക്കുന്നതിനും അങ്ങേക്കും യജ്ഞത്തിന്റെ പ്രസാദം ലഭിക്കുന്നതിനുമായി തുടർന്നും ആ യജ്ഞം നടത്താൻ സഹായിക്കണമെന്ന് ബ്രഹ്മാവിടെ പ്രാർത്ഥിക്കും. അപ്പൊ ഭാവാർത്ഥത്തിൽ ശീലപ്രബോധനം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. കലിയുഗത്തിൽ ഇങ്ങനെ എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചു വരുത്തി യജ്ഞം നടത്തുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നു. അന്നത്തെ കാലത്ത് മുൻ യുഗങ്ങളിൽ യജ്ഞം നടത്തുന്ന സമയത്ത് പ്രത്യക്ഷമായിട്ട് ദേവന്മാർ വരും. ദേവന്മാർ വന്നിട്ടുണ്ടെന്ന് സങ്കല്പിക്കുകയല്ല, ദേവന്മാരെ അവിടെയുള്ള യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്ക് കാണാൻ സാധിക്കും. നേരിട്ട് ദേവന്മാർ പങ്കെടുക്കുമായിരുന്നു. അതുകൊണ്ട് ഏതെല്ലാം ദേവന്മാരാണ് വന്നത്, വരാതിരിക്കുന്നത് എന്നെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ദേവന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യജ്ഞം നടത്തുന്നത്. പക്ഷെ കലിയുഗത്തിൽ ദേവന്മാർ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നില്ല. കലിയുഗത്തിൽ അത്രയും കലുഷിതമായിട്ടുള്ള അന്തരീക്ഷമാണ്, അല്ലെങ്കിൽ മോശപ്പെട്ട അന്തരീക്ഷമാണ്. ആ മോശപ്പെട്ട അന്തരീക്ഷത്തിലേക്ക് ദേവന്മാർ വരാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദ്രവ്യയജ്ഞങ്ങൾ കലിയുഗത്തിൽ ചെയ്തു പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നാമസങ്കീർത്തനം മാത്രമേ കലിയുഗത്തിൽ യജ്ഞമായിട്ടുള്ളൂ എന്ന് ശ്രീലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട്. യജ്ഞേ സങ്കീർത്തനപ്രായേ യജന്തി സുമേധസ. ഭാഗവതത്തിൽ 11-ാം സ്കന്ധം 5-ാം അധ്യായം 32-ാമത്തെ ശ്ലോകത്തിൽ പറയും, കലിയുഗത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ നാമസങ്കീർത്തനം കൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇങ്ങനെയുള്ള നാമസങ്കീർത്തനം കൊണ്ടാണ് യജ്ഞം ചെയ്യുന്നത്. അവര് സുബുദ്ധികളാണ്. അങ്ങനെയുള്ള യജ്ഞം കൊണ്ട് സമൂഹത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാകും. അവരുടെ വീടുകളിലും സമൂഹത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്ന് പറയും. അത് മാത്രമാണ് കലിയുഗത്തിൽ യജ്ഞം ചെയ്യുന്നതിനുള്ള വഴി എന്നിവിടെ ശ്രീലപ്രഭാതർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം 6-ാം അധ്യായം ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു. ഹരേ കൃഷ്ണ. അടുത്ത അധ്യായത്തിൽ മഹാദേവൻ എന്ത് മറുപടിയാണ് ബ്രഹ്മാവിന് നൽകിയത്, ദക്ഷൻ എങ്ങനെയാണ് യജ്ഞം ചെയ്ത് പൂർത്തീകരിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് അടുത്ത ദിവസം തൊട്ട് വായിക്കാം. അപ്പൊ നമുക്ക് നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ജപിക്കട്ടെ മാതാജി. ജപിക്കട്ടെ മാതാജി. ജപിച്ചോ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ